ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ പുതിയ വീട്ടിൽ നൈറ്റ് റൂട്ടീന്, അതായത് കിച്ചണിലെ നൈറ്റ് റൂട്ടീനാണ് ഇന്ന് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ മിക്ക വീടുകളിലും ഇതൊക്കെ ചെയ്ത് വെച്ചിട്ട് തന്നെ ആയിരിക്കും കിടന്നുറങ്ങുന്നത്. പക്ഷേ ചിലരെങ്കിലും രാവിലെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് പാത്രങ്ങളൊക്കെ കഴുകി വെക്കുന്നുണ്ടാവും, എന്നാലും അടുപ്പ് ഇതൊക്കെ ഒന്ന് ക്ലീൻ ആക്കാതെ രാവിലെ എണീറ്റ് ചെയ്യുന്നവരുണ്ടാവും. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ രാത്രി ചെയ്ത് വെക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ എന്ന് തോന്നുന്നു. എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കുന്നതിന് തൊട്ട് മുമ്പുള്ള ആ ഒരു കിച്ചൻ്റെ കോലൊന്ന് കാണണമായിരുന്നു. ഭയങ്കര അലമ്പായിട്ട് കിടപ്പായിരുന്നു. ഈ സ്റ്റൗവുമ്മലും ടേബിളുമ്മലും ഒക്കെ നമ്മൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാലുള്ള ഇതും, പിന്നെ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള കുക്കിംഗ് അല്ലേ. കുക്ക് ചെയ്യുമ്പോൾ അപ്പം ഞാൻ ക്ലീൻ ആക്കാറുണ്ട്, എന്നാലും എന്തായാലും അടുപ്പിൻ്റെ അകത്തൊക്കെ കച്ചറ വരും. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീനാക്കി അന്നെന്നുള്ളത് അന്നന്ന് ക്ലീനാക്കി വെക്കുകയാണെങ്കിൽ കുറേ കാലം നമ്മൾ മെയിൻ്റെനൻസ് ഒക്കെ നന്നായിട്ട് ചെയ്യുന്ന ഒരു വീടിൻ്റെ ഒരു ലുക്കിൽ പോവും. ഇൻഷാ അല്ലാഹ് ഞാനങ്ങനെ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. എത്രത്തോളം പോകുമെന്ന് എനിക്കറിയില്ല. കാരണം ഒറ്റയ്ക്കാവുമ്പോൾ നമുക്കിതെല്ലാം കൂടി മാനേജ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതും അറിയില്ല കേട്ടോ. രാത്രിയിൽ റുക്കിയാമും ഇല്ല കേട്ടോ, ഇവിടെ ഹെൽപ്പിനുള്ള ആൾ ഇല്ല. രാവിലെ ഉച്ച വരെ ഉണ്ടാവുള്ളൂ ആൾ. അപ്പോൾ പിന്നെ ഈ അടുപ്പ് ക്ലീൻ ആക്കലുണ്ടല്ലോ, നമ്മൾ പഴയ തറവാട് വീട്ടിലൊക്കെ എന്താ വെച്ചാൽ ബാക്കിയൊക്കെ ക്ലീനാക്കി വെക്കും, അടുപ്പ് ക്ലീനാക്കൽ രാവിലെ ആയിരുന്നു. അപ്പോൾ എന്താ വെച്ചാൽ ഈ അടുക്കളയ്ക്ക് വരാനൊരു മടിയാണ്. അടുപ്പൊക്കെ ക്ലീനാക്കി രാവിലെ നമുക്കൊന്ന് ഒരു ബൂട്ട് ചെയ്യാനും ഭയങ്കര പാടല്ലേ. അതെല്ലാവരുടെയും കേസ് അങ്ങനെയാണ്. ചിലർ വിചാരിക്കുന്നത് ലേഡീസിന് ഭയങ്കര എന്താ പറയുക, പെട്ടെന്ന് അങ്ങോട്ട് എണീറ്റ പാടന്നെ കിച്ചണിൽ കയറാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയി നിൽക്കുന്നതാണ്. ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് എപ്പോഴും പറയുന്നതാണ്, ഇക്കാക്ക് ബെഡിൽ നിന്ന് നീക്കാൻ കുറേ പണിയാട്ടോ, പക്ഷേ എന്നോട് പറയും ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി വിളിക്കുന്നത്. അപ്പോൾ ഞാൻ പറയും എനിക്കും അതേപോലെ തന്നെയാണ്. ആരെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി തന്ന് അത് ഇരുന്ന് കഴിക്കാനാണ് എനിക്കും ഇഷ്ടം. നമുക്കും എല്ലാവർക്കും അങ്ങനെ തന്നെയല്ലേ. രാവിലെ ആ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യം ഭയങ്കര ഒരു മടിയായിരിക്കും. ഉച്ചയ്ക്ക് ആകുമ്പോഴേക്കൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആവും കേട്ടോ. അപ്പോൾ എന്താ പറഞ്ഞു വന്നത് നമ്മൾ, അപ്പോൾ ഞാൻ ക്ലീനിങ്ങിൻ്റെ പകുതി മുതലാണ് ഞാൻ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത്. കാരണം ഇതൊക്കെ ഒരു ഇൻസ്പിറേഷൻ തന്നെയാണ്. ക്ലീൻ ചെയ്യൽ, ചിലർക്ക് ക്ലീനിങ് ഭയങ്കര ഇഷ്ടമായിരിക്കും, ചിലർക്ക് കുക്കിങ് ഭയങ്കര ഇഷ്ടമായിരിക്കും. രണ്ടും കൂടി ഇഷ്ടപ്പെടുന്ന ആൾക്കാർ വളരെ ചുരുക്കമുള്ള ആൾക്കാരായിരിക്കും അല്ലേ. എനിക്ക് രണ്ടും കുറേശ്ശെ ഇഷ്ടമായി തുടങ്ങിയിട്ടുള്ളൂ. ഇപ്പോൾ ആദ്യമൊക്കെ കുക്കിംഗ് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇപ്പം കുക്കിംഗ് എന്ന് പറയുമ്പോൾ ഇഷ്ടമൊക്കെ തന്നെയാണ്, പക്ഷെ വേറൊരു പണിയും പാടില്ല. വീട്ടുജോലികൾ മീൻസ് വീട്ടിൽ ഒതുങ്ങി കൂടി ഇരിക്കുന്നവർക്ക് കുക്കിംഗ് ഭയങ്കര ഇഷ്ടമായിരിക്കും. പക്ഷെ നമ്മൾ പുറത്ത് ജോലിക്ക് പോകണം, പുറത്തത്തെ കാര്യങ്ങൾ കുറേ കാര്യങ്ങൾ നോക്കാനുള്ളവർക്കൊക്കെ ഈ കുക്കിംഗ് ഭയങ്കര പാട് തന്നെയായിരിക്കും. എനിക്കിപ്പോൾ അത് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. പണ്ടൊക്കെ ഞാൻ വിചാരിക്കും ഈ ജോലിക്ക് പോകുന്നവർക്കൊക്കെ കുക്ക് ചെയ്യാൻ അത്ര മടിയെന്നൊക്കെ. പക്ഷെ ഇപ്പോൾ നമുക്ക് ഓരോന്നും അതിൻ്റേതായ രീതിയിൽ വരുമ്പോഴേ നമുക്കത് മനസ്സിലാവുള്ളൂ എന്താണ് അതിൻ്റെ പ്രശ്നം എന്നുള്ളത്. നമുക്ക് സമയമില്ല. നമുക്ക് കുറച്ച് സമയം നമ്മൾ പുറത്ത് പോയി അത്രയും ബുദ്ധിമുട്ടി വരുമ്പോഴേ നമ്മൾ കുറച്ച് സമയം കിട്ടുമ്പോൾ ഒന്നുണ്ട് കിടക്കാൻ നോക്കും. ആ സമയത്തായിരിക്കും കുക്ക് ചെയ്യാൻ നിൽക്കുന്നത് അല്ലേ, ശരിയല്ലേ? അതുപോലെ വേറൊരു കാര്യമാണ്, നമുക്ക് ഈ വീക്കെൻഡ്സിലുണ്ടല്ലോ എല്ലാ ദിവസവും, മീൻസ് എൻ്റെ കേസിൽ നമുക്ക് എല്ലാ ദിവസവും ഒരേപോലെ തന്നെയാണ്. പക്ഷേ വീക്കെൻഡ്സിൽ പ്രത്യേകമായിട്ട് മക്കൾക്കൊന്നും സ്കൂളില്ലാത്തതുകൊണ്ടുള്ളൊരു ഇഷ്ടം ഉണ്ടാവില്ലേ. അപ്പോൾ അതുകൊണ്ട് ആ വീക്കെൻഡ്സിൽ നമുക്കിങ്ങനെ ഫ്രീ ആയിട്ട് ഇങ്ങനെ വെറുതെ ഇരിക്കുന്നതായിരിക്കും ഇഷ്ടം. അപ്പോൾ ആ സമയത്ത് ചില ആൾക്കാർക്ക് എന്താ പറയുക, എല്ലാ ദിവസവും വീട്ടിലൊതുങ്ങി കൂടിയിട്ട് വീക്കെൻഡ്സിൽ പുറത്തിറങ്ങാനായിരിക്കും ഇഷ്ടം. അത് എല്ലാ ദിവസവും വീട്ടിലിരിക്കുന്നവർക്ക്. നമ്മളെല്ലാ ദിവസവും ഓരോ ആവശ്യത്തിന് പുറത്ത് പോകുന്നവർക്ക് വീക്കെൻഡ്സിൽ വീട്ടിൽ വെറുതെ ഇരിക്കാനായിരിക്കും ഇഷ്ടം അല്ലേ. എനിക്കിപ്പോൾ അത് മനസ്സിലാവേണ്ട. മുമ്പൊക്കെ ഞാൻ ഒരു ജോലി ഇല്ലാത്ത സമയത്തൊക്കെ ഇക്കാനെ എങ്ങനെ ബുദ്ധിമുട്ടിക്കാറുണ്ടായിരുന്നു. വീക്കെൻഡ്സ് ഉണ്ടാകുമ്പോൾ പുറത്ത് പോകുന്നു. അപ്പോൾ ഇക്ക പറയും ഞാൻ വീക്കെൻഡ്സിലല്ലേ ഒന്ന് മര്യാദയ്ക്ക് വീട്ടിലിരിക്കാൻ പറ്റുന്നതെന്നൊക്കെ. അങ്ങനെ അപ്പം ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒക്കെ അത് ബാധകമാണ്. പറഞ്ഞു വന്നത് അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞു. ക്ലീനിങ് കഴിഞ്ഞപ്പോഴാണ് ഞാൻ വേറൊരു കാര്യം ഓർത്തത്. അവിൽ മിൽക്ക് ഉണ്ടാക്കി കൊടുക്കാമെന്ന് ഞാൻ ഇക്കാനോടും മക്കളോടും പറഞ്ഞിരുന്നു. അതിനായിട്ട് സാധനമൊക്കെ പുറത്ത് വെച്ചു. ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞപ്പോഴാണ് അവിൽ മിൽക്ക് ഉണ്ടാക്കാനുണ്ടല്ലോ എന്ന് ഓർമ്മ വന്നത്. നമ്മളെല്ലാ പണിയും കഴിഞ്ഞിട്ട് ഒന്ന് ഇരിക്കാമല്ലോ എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്ത് ഒരു പണിയും കൂടി ഉണ്ടെന്ന് വരുമ്പോൾ ഒരു വല്ലാത്തൊരു എന്താ പറയുക ഒരു ഇതാണ്. അപ്പോൾ ഞാൻ ആദ്യം ചോദിച്ചു അവിൽ മിൽക്ക് നീ ഉണ്ടാക്കണമെന്ന്. അപ്പോൾ ഇക്ക പറഞ്ഞത് പൂതി വെപ്പിച്ചിട്ട് പിന്നെ ഇല്ല എന്ന് പറയും, മര്യാദക്ക് പോയി ഉണ്ടാക്കിക്കോ എന്നാണ് പറഞ്ഞത്. എല്ലാവരും അതിങ്ങനെ ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ പിന്നെ അതുണ്ടാക്കണം. അപ്പോൾ ഏതായാലും എന്താ പാലൊക്കെ പുറത്ത് വെച്ച് ഞാൻ ശ്രദ്ധിച്ചില്ല. പാലൊക്കെ പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആദ്യം തന്നെ, പക്ഷേ ആ ഭാഗത്തേക്ക് ശ്രദ്ധിച്ചില്ല. അപ്പം ക്ലീനിങ്ങിൻ്റെ കാര്യമൊക്കെ കണ്ടല്ലോ, നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചു. ഇനി വീണ്ടും അവിൽ മിൽക്ക് ഉണ്ടാക്കണം. അപ്പോൾ അതിന് ഞാൻ എന്തായാലും കിച്ചൺ സിങ്കിൻ്റെ അടുത്ത് വെച്ചിട്ട് തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇനി ദൂരം പോയി ഉണ്ടാക്കി അവിടെയൊക്കെ കച്ചറാവും. എനിക്ക് പിന്നെ ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും എനിക്ക് ഭയങ്കരമായിട്ട് ആ ഒരു OCD ഉണ്ടോ എന്നുള്ളത്. അത്ര ഒന്നുമില്ല,
പക്ഷേങ്കിൽ എനിക്കിഷ്ടമാണ് ഇങ്ങനെ ക്ലീൻ ചെയ്തിട്ട് ഇങ്ങനെ കിച്ചൺ കാണുന്നത്. ചിലരിങ്ങനെ പറയാറുണ്ട് ക്ലീനിങ് ഇങ്ങനെ ചെയ്ത് വെച്ചിട്ട് പിന്നെ കുക്ക് ചെയ്യാൻ തോന്നൂലാന്ന്. പക്ഷേ ഇവിടെ അങ്ങനെ നടക്കില്ലല്ലോ. ചെറിയ മക്കളും ഒക്കെയും എല്ലാവരും ഉള്ളതല്ലേ. അപ്പോൾ പിന്നെ നമുക്ക് കുക്കിങ്ങും വേണം ക്ലീനിങ്ങും വേണം. അപ്പോൾ ശരിക്കും ക്ലീനിങ്ങിനായിട്ട് ഞാനിപ്പോൾ മക്കളെ ഏൽപ്പിക്കാറുണ്ട്. ഓരോരുത്തർക്കും ഒരാൾക്ക് പാത്രം കഴുകലും ഒരാൾക്ക് ക്ലീൻ ചെയ്ത് വെക്കലും അങ്ങനെയുള്ള പണികളെ ഏൽപ്പിക്കാറുണ്ട്. പക്ഷേ ഇനിയിപ്പോൾ അവർക്ക് സ്കൂളൊക്കെ തുറന്നു കഴിഞ്ഞാൽ ഇതൊക്കെ എങ്ങനെ കൊണ്ട് നടക്കും എന്നുള്ളത് എനിക്കറിയില്ല. ആരൊക്കെയോ പറഞ്ഞിരുന്നു ഇതൊക്കെയാണ് നമുക്കിനി വരാൻ പോകുന്ന ബുദ്ധിമുട്ടുകൾ എന്ന്, ക്ലീനിങ് ഒക്കെ. ശരി തന്നെയാണ്. പക്ഷെ എന്തായാലും നമ്മളത് ഫേസ് തന്നെ വേണം. അപ്പോൾ അത് ആ സമയത്ത് എന്തെങ്കിലും കാര്യത്തിൽ നടക്കും ഇൻഷാ അല്ലാ. അപ്പോൾ പാത്രങ്ങളൊക്കെ കഴുകി വെള്ളമൊക്കെ തോർന്നിട്ടാണ് ഞാൻ ഈ എന്താണ് കിച്ചൻ്റെ ഷെൽഫിൻ്റെ അകത്ത് വെക്കുക കേട്ടോ. അല്ലെങ്കിൽ പിന്നെ വെള്ളത്തോട് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഷെൽഫിനകത്തും കേടാവും. അപ്പോൾ രാവിലെ ഞാൻ പാത്രങ്ങളൊക്കെ എടുത്ത് വെക്കുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് അവിൽ മിൽക്ക് ഉണ്ടാക്കാൻ പോവാം. അവിൽ മിൽക്കിൻ്റെ ഒരു കിറ്റ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ന്യൂട്രി അവിൽ മിൽക്ക് മിക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ബ്രാൻഡിൻ്റെ. അത് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് വാങ്ങിച്ചെന്ന് പറഞ്ഞു. ഒരുപാട് സന്തോഷം. ഞാനതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കാം. വേണ്ടവർ വാങ്ങിച്ചോളൂ. കാരണം ആ ഒരു കിറ്റ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അവിൽ, വറുത്ത അവിൽ, അതിലെല്ലാ സാധനങ്ങളും ഉണ്ട്. അവിൽ മിൽക്കിലോട്ട് ഇടാനുള്ള എല്ലാ സാധനങ്ങളുണ്ട് എക്സെപ്റ്റ് പാല്, അതുപോലെ പഴം. പാലും പഴം മാത്രം നമ്മുടെ വീട്ടിൽ മതി. ബാക്കി എല്ലാതും അതിലുണ്ടാവും. കാരണം അവിൽ മിൽക്കിൻ്റെ സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങിക്കാൻ നിന്നാൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ എല്ലാം നമ്മൾ വാങ്ങിച്ചേക്കണ്ടേ. ഒരുപാട് സാധനങ്ങൾ അതിൽ ആഡ് ചെയ്യണ്ടാവും. കടലകൾ, അതുപോലെ ട്യൂട്ടി ഫ്രൂട്ടി, പിന്നെ അവിൽ എല്ലാം നമ്മൾ കുറേ വാങ്ങിക്കേണ്ട. ഇതാവുമ്പോൾ ഇതിൻ്റെ അകത്ത് ആ ഒരു പാക്കിൻ്റെ അകത്ത് ഒരു 11-12 പേർക്കുള്ള, ഒരു പാക്കിനകത്ത് 11-12 പേർക്കുള്ള അവിൽ മിൽക്ക് ഉണ്ടാക്കുന്ന സാധനങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ എക്സ്ട്രാ വേറൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പഴവും പാലും മാത്രം മതി. പഞ്ചസാര വരെ ആ പാക്കിൻ്റെ അകത്തുണ്ട് കേട്ടോ. നല്ല യൂസ്ഫുള്ളാണ്. ഞാനതിൻ്റെ ലിങ്കല്ല, ഞാൻ നമ്പർ ഇവിടെ കൊടുക്കാം. നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു പാക്ക് അവർ ഓൾ കേരള ഡെലിവറി അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു അവിൽ മിൽക്ക് ഉണ്ടാക്കാൻ നമുക്ക് മൈസൂർ പഴമാണ് വേണ്ടത്. വേറൊരു പഴം കൊണ്ട് നമ്മൾ അവിൽ മിൽക്ക് ഉണ്ടായിട്ട് ഒരു കാര്യമില്ല. അതിൻ്റെ ടേസ്റ്റ് കിട്ടണമെങ്കിൽ മൈസൂർ പഴം വേണം. ഓക്കെ, മൈസൂർ പഴത്തിനാണ് ഒരു പുളിപ്പ് ഉണ്ടാവുക. അതുണ്ടാകുമ്പോഴാണ് അവിൽ മിൽക്കിൻ്റെ ആ ഒരു ടേസ്റ്റ് വരിക. പിന്നെ ഐസ്ക്രീം അങ്ങനെയുള്ള കുറേ സാധനങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് ചിലർ മാംഗോ ഫ്രൂട്ട്സൊക്കെ ആഡ് ചെയ്യും. പക്ഷേ ആ ഒരു ഒതൻറ്റിക് അവിൽ മിൽക്കിൻ്റെ ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഇത് മാത്രം ചേർത്താൽ മതി. പാല് നന്നായിട്ട് കുത്തി ഉടച്ചെടുക്കുക. ജ്യൂസ് അടിക്കരുത് കേട്ടോ. ഈ ഒരു പാക്കിൽ എഴുതിയിട്ടുണ്ടായിരുന്നു ജ്യൂസ് അടിക്കാൻ. എനിക്ക് തോന്നുന്നു ജ്യൂസ് അടിക്കുന്നതിനേക്കാൾ ടേസ്റ്റ് പാലല്ല, പഴം കുത്തി ഉടക്കുക വേണ്ടത് കേട്ടോ. പാലും പഴം കൂടി ജ്യൂസ് അടിക്കുന്നതിനേക്കാളും ടേസ്റ്റ് ഇങ്ങനെയാണ്. എന്നിട്ട് പഴം കുത്തി ഉടച്ച ശേഷം അതിലോട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. എന്നിട്ട് പിന്നെ പാലൊഴിച്ച് കൊടുക്കുക. ലാസ്റ്റ് വേണം നമുക്ക് വറുത്ത അവൽ ചേർത്ത് കൊടുക്കാൻ. ആ ഒരു ക്രിസ്പിനെസ്സോട് കൂടിയിട്ട് ചേർത്ത് കൊടുക്കുക അവിലൊക്കെ കേട്ടോ. അപ്പോൾ ഈ ഒരു പാക്കിൻ്റെ അകത്ത് അത്രയും സാധനങ്ങളുണ്ട്. അപ്പോൾ ഞാൻ പഴവും പഞ്ചസാരയും കൂടി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് ഇങ്ങനത്തെ ഈ പാക്കിൻ്റെ അകത്ത് കോൺഫ്ലെക്സ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം കൂടി ആ ഒരു ക്രിസ്പിനെസ് ഇങ്ങനെ വരുമ്പോഴാണ് നമുക്ക് ആ ഒരു ടേസ്റ്റ്, അവിൽ മിൽക്കിൻ്റെ ടേസ്റ്റ്. ശരിക്കും ആ ഒരു ലൂസായിട്ടുള്ള അവിൽ മിൽക്കിൻ്റെ ഒരു ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചൂട് കാലത്ത് നമുക്ക് കുടിക്കുമ്പോൾ ഒരു ഭയങ്കര റിഫ്രഷിങ് ഒരു ഫീലാണ് തോന്നുക കേട്ടോ. അത് നമ്മൾ പുറത്തൊക്കെ പോയാൽ അവിൽ മിൽക്കൊക്കെ കുടിക്കാറുണ്ട്. ഒരു മധുരവും എന്താ പറയുക, ഒരു ഒരു എനർജി ബൂസ്റ്റ് ചെയ്ത പോലെയാണ് നമുക്ക് തോന്നുന്നത് കുടിച്ച് കഴിഞ്ഞാൽ, ഒരു ഗ്ലാസ് കുടിച്ച് കഴിഞ്ഞാൽ. അങ്ങനെ അവിൽ മിൽക്ക് സെറ്റായിട്ടുണ്ട്. കണ്ടോ, അവിടെയൊക്കെ കച്ചറായിട്ടുണ്ട്. ഞാനിപ്പോൾ തുടച്ച് വെച്ചതാണ്. ഇനിയിപ്പോൾ പാത്രം കഴുകലും ഗ്ലാസ് കഴുകലും ഇതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ക്ലീൻ ആക്കിയാൽ മതിയായിരുന്നു. വിട്ടുപോയതാണ്. നമ്മൾക്ക് ഇങ്ങനെ രാത്രി കിച്ചൺ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു വിശപ്പ് വരൂലേ. പണ്ടൊക്കെ എനിക്ക് അങ്ങനെ വിശക്കുമ്പോൾ ഞാൻ പോയിട്ട് ചായയൊക്കെ ഉണ്ടാക്കി കുടിക്കാറുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇങ്ങനെ ഞാൻ തന്നെ ക്ലീൻ ആക്കാനുള്ളൂ എന്നുള്ള ആ ഒരു തോട്ട് വരുമ്പോൾ നമുക്ക് ഒരു ഉണ്ടാക്കാനുള്ള ഒരു മൂഡില്ലാണ്ടായി പോവാണ്. അപ്പോൾ ഇപ്പോൾ രാത്രിയിൽ വിശന്നാലും മിണ്ടാണ്ടോടെ കിടന്നുറങ്ങിക്കോന്ന് പറയും മക്കളോട് ഞാൻ. രാവിലെ എണീറ്റ് കഴിക്കാമെന്നേ പറയാറുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മുടെ അവിൽ മിൽക്ക് സെറ്റായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ ട്യൂട്ടി ഫ്രൂട്ടി, കോൺഫ്ലേക്സ് എല്ലാം ഇട്ട് കൊടുക്കണം. പിന്നെ ബൂസ്റ്റ് പൊടി ഉണ്ട് കേട്ടോ അതിൻ്റെ കൂടെ. ഞാൻ കാണിക്കാൻ വിട്ടുപോയതാണ്. ബൂസ്റ്റ് പൊടി വേണ്ടവർക്ക് ചേർത്ത് കൊടുക്കാം. നമുക്കിതിൽ ബൂസ്റ്റ് പൊടി ചേർക്കുന്നത് അത്ര ഒരു ഇഷ്ടമല്ല. ഓക്കെ, അപ്പോൾ ഞാൻ സെപ്പറേറ്റ് അത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു പാക്ക് പൊട്ടിച്ചിട്ട് ഞാനൊരു ടിന്നിലിട്ട് വെച്ചതാണ് കേട്ടോ, പെട്ടെന്ന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരുപാട് നല്ല നല്ല റെസിപ്പീസൊക്കെ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു രാത്രിയിലാണ് നമുക്കതിനൊക്കെ സമയം കിട്ടാമെന്ന്. പകലൊന്നും സമയം കിട്ടാറില്ല. എപ്പോഴും എൻ്റെ ഡ്രസ്സുകളൊന്നും ഇപ്പോൾ ഒരു സ്ഥലത്തും മീൻസ് നമ്മൾ ഈ ഫ്ലാറ്റിൽ നിന്ന് കൊണ്ടുവന്ന ഡ്രസ്സുകളൊക്കെ ഇല്ലേ, ഇപ്പോഴും അവിടെ പെട്ടിയിൽ കിടക്കുകയാണ്. അതൊന്നും എടുത്ത് വെച്ചിട്ടില്ല. ഒന്നിനും സമയം കിട്ടാറില്ല.
അപ്പോൾ ഇൻഷാല്ലൊക്കെ പതിയെ പതിയെ ആർക്കും ഇപ്പോൾ തിരക്കൊന്നുമില്ലല്ലോ, അതെടുത്ത് വെച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ. അപ്പം ഞാൻ അവിടെ അങ്ങനെ കിടക്കുന്നുണ്ട്. അത്യാവശ്യമുള്ളത് ഇങ്ങനെ ഓരോന്നോരോന്ന് എടുത്ത് തരും. അപ്പം അങ്ങനെ എന്തെങ്കിലും തീരുമാനിക്കും എന്ന് വിചാരിക്കണം. പിന്നെ നമ്മൾ ഒരു ഡെക്കറേഷനായിട്ട് ഇട്ട് കൊടുക്കുന്ന സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കാൻ ആ വലിയ ഗ്ലാസ് ഇക്കാക്കാണ് കേട്ടോ. ഇക്ക ചിലപ്പം ഒരു ഗ്ലാസ് കൊടുത്താൽ പറയും കുറച്ചും കൂടെ വേണമെന്ന്. അപ്പോൾ അതിനേക്കാൾ നല്ലത് ആ ബാക്കിയുള്ള മുഴുവനാണ്ട് ഒഴിച്ചു കൊടുത്ത്. പിന്നെ റീനുവിന് വേണ്ടതായി തന്നെ പറഞ്ഞിരുന്നു, അവൾക്ക് അത്ര ഇഷ്ടമല്ല അവിൽ മിൽക്ക്. ഇവിടെ റോസും റൂഹിയാണ് അതിൻ്റെ ആൾക്കാർ. അപ്പോൾ ഇതാ നമ്മളെല്ലാതും സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ഇത് കഴിക്കണം. ഇന്നലെ പിന്നെ വീഡിയോ ഇടാൻ നിന്നായിരുന്നു ഞാൻ കേട്ടോ, പക്ഷേ ഭയങ്കര തലവേദന. അപ്പം ഞാൻ വിചാരിച്ചു ഇന്നിപ്പോൾ ഒന്ന് റെസ്റ്റ് എടുക്കാമെന്ന്. പിന്നെ നെക്സ്റ്റ് ഡേ ഇപ്പം ആയപ്പോൾ വീണ്ടും എനിക്കൊരു മടി. നമ്മൾ ഒരു ദിവസം റെസ്റ്റ് എടുത്താലുണ്ടാവില്ലേ, ഇനി നാളെ അങ്ങനെയാണ് കുറേ വ്ളോഗേഴ്സ് കുറേ ഡിലേ ആക്കിയിട്ട് വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്യുന്നത്. ശരിക്കും നമ്മളൊരു മടി നമ്മളെ ഭയങ്കരമായിട്ട് എല്ലാത്തിലോട്ടും തളർത്തുട്ടാ. അപ്പോൾ മടി ഇല്ലാണ്ട് ഞാൻ പിന്നെ വിചാരിച്ചു ഇനി മടി പിടിച്ചിരുന്നുണ്ടെങ്കിൽ വീഡിയോ ഡിലേ ഉണ്ടാവില്ല. എന്നും തിരക്കിനിടയ്ക്കാണ് വീഡിയോ ഒക്കെ ഇടുന്നത്. പക്ഷേ നമ്മൾ ഇതിന് സമയം എന്തായാലും ഉണ്ടാവില്ല. പക്ഷേ സമയം കണ്ടെത്തിയില്ല എന്നാണെങ്കിൽ സമയം ഉണ്ടാവില്ല. അപ്പോൾ എങ്ങനെയെങ്കിലും അതിനുള്ള സമയം കണ്ടെത്തിയിട്ട് പോസ്റ്റ് ചെയ്യും, അതന്നെ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും കുറച്ച് ദിവസം പോസ്റ്റ് ചെയ്യണ്ടെന്നാൽ പോരേന്ന് വിചാരിക്കും. അങ്ങനെയല്ലല്ലോ, ഇതിൻ്റെ ഒരു ജോലിയാണ്. എല്ലാവർക്കും കുറേ ആൾക്കാർക്ക് സിറ്റുവേഷൻസൊക്കെ അറിയുന്നുണ്ടാവും. പിന്നെ എനിക്ക് വീഡിയോയിൽ ഇങ്ങനെ അതൊന്നും പറയുന്നത് ഇഷ്ടമല്ല. അപ്പോൾ നമുക്കിത് നിർബന്ധമായിട്ടും പോസ്റ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാണാനൊരു കോണ്ടൻറ്റുമായി, എനിക്കാണെങ്കിൽ നമ്മുടെ ഒരു വീഡിയോ ആയി, അത്രയേ ഉള്ളൂ. അപ്പോൾ എനിക്കും ഉമ്മയും കൂടി പുറത്ത് ഇങ്ങനെ ഇരുന്നിട്ട്, നമ്മളിവിടെ പുറത്തുണ്ടല്ലോ രാത്രി വൈബ് ഭയങ്കര രസമായിട്ടോ പുറത്തൊക്കെ. പക്ഷെ നമുക്കിപ്പോൾ പാമ്പിൻ്റെ ഒരു പേടിയുള്ളതുകൊണ്ട് പുറത്ത് വല്ലാണ്ട് ഇറങ്ങുന്നില്ല. പക്ഷേ രാത്രി ചെറിയൊരു ലൈറ്റൊക്കെ പുറത്ത് വെച്ചിട്ട്, ഇപ്പം നമ്മളിപ്പോൾ ഈ ഒരു ലൈറ്റ് ഞാനിപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടി ഇട്ടതാണ്. ഇവിടുത്തെ ലൈറ്റിനേക്കാളും ഇത് ഓഫാക്കിയിട്ട് ഇരിക്കുമ്പോൾ പുറത്ത് ഭയങ്കര ലൈറ്റ് ഉണ്ട്. ആ ലൈറ്റിൽ ഇരിക്കുമ്പോഴാണ് രസം, നമുക്ക് ആ പുറത്തത്തെ വൈബ് ആസ്വദിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിപ്പം വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഭാഗത്ത് ഇപ്പോൾ ഇട്ടതേ ഉള്ളൂ. ഇതിവിടെ ഓഫാക്കിയിട്ട് ഞാൻ പുറത്തെ ലൈറ്റ് ഇടാറ് കേട്ടോ. അപ്പോൾ ആ പുറത്തെ വൈബ് ഞാനൊന്ന് കാണിച്ചു തരാം. ഇങ്ങനെ നോക്കുമ്പോൾ ശരിക്കും ഈ വീഡിയോയിൽ ഇങ്ങനെ മനസ്സിലാവുന്നില്ല. പുറത്തുനിന്ന് ഇങ്ങോട്ടേക്ക് തിരിച്ച് പുറത്തിറങ്ങിയിട്ട് ഇങ്ങോട്ടേക്ക് എടുക്കുമ്പോഴാണ് ആ ഒരു വൈബ് മനസ്സിലാവുക. പക്ഷെ കുറേ ആൾക്കാരൊക്കെ ഉണ്ടാകുമ്പോഴേ നമുക്ക് പുറത്തിറങ്ങാനൊക്കെ തോന്നുള്ളൂ. ഇപ്പം നമ്മൾ വീട്ടിൽ തന്നെ അങ്ങനെ ഒതുങ്ങി തന്നെയാണ് കൂടുതലും. വൈകുന്നേരം അങ്ങനെ പുറത്തൊന്നും ഇറങ്ങാറില്ല. കാരണം രാവിലെ മുതൽ വൈകുന്നേരം വരെ പണി തന്നെയായിരിക്കും. അപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ ഒന്ന് കാലും കൈയും നീട്ടി കിടക്കാമെന്നേ വിചാരിക്കുള്ളൂ. അപ്പോൾ ഇതിപ്പോൾ സമയം ഒരു 11 മണിയൊക്കെ ആയിട്ടുണ്ടാവുമായിരിക്കും. ആ സമയത്താണ് ഇപ്പം ഈ അവിൽ മിൽക്ക് കുടിക്കുന്നത്. അങ്ങനെ ലൈറ്റ് ഓഫാക്കി കണ്ടില്ലേ. ഇപ്പോൾ ഇവിടെ ഇരിക്കാൻ നല്ല രസമാണ്, പുറത്തെ വൈബ് മാത്രം നോക്കിയിട്ട്. അപ്പോൾ ലൈറ്റ് ഓഫാക്കി ഇനിയിപ്പോൾ വീട്ടിനകത്ത് കയറുകയാണ്. അപ്പോൾ ഇന്ന് രാത്രിയത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ രാവിലത്തേത് കുറച്ചും കൂടി ഞാൻ കാണിക്കാം. എന്തായാലും ഞാൻ എല്ലാ ദിവസവും നമ്മൾ ഈ ഫുഡ് ഉണ്ടാക്കുന്ന ഊണ് ഭക്ഷണം അതൊക്കെയാണല്ലോ കാണിക്കാറ് വീഡിയോയിൽ. അപ്പോൾ 1-2 കമൻസിൽ ഇങ്ങനെ പറഞ്ഞിരുന്നു എന്നും ഒരേ ഐറ്റം തന്നെയാണ് ഉണ്ടാക്കുന്നതെന്ന്. പിന്നെ ഉച്ചയ്ക്ക് ചോറില്ലാണ്ട് പിന്നെ വേറെ എന്താ ഉണ്ടാക്കുക. അപ്പോൾ ചോറിന് കറികൾ നമുക്ക് സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള കറികൾ തന്നെയാണ്. അതായത് തേങ്ങരച്ച കറി അല്ലെങ്കിൽ മീൻ കറി, അതൊക്കെ തന്നെയാണ്. അപ്പം വ്യത്യസ്തമായിട്ടൊന്നുമില്ല. അപ്പോൾ പിന്നെ രാത്രിയത്തെ വ്ളോഗ് കൊടുക്കാമെന്ന് വിചാരിച്ചു. എന്നും ഒരേപോലെ ആകുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കണ്ടല്ലോ. അപ്പോൾ നിങ്ങൾക്കും പറഞ്ഞ പോലെ തന്നെ ഒരു വ്യത്യസ്ത കണ്ടൻറ്റും വേണം. അപ്പോൾ രാത്രിയിലെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. പിന്നെ നമ്മുടെ ടി വി ഇതുവരെ ഫിക്സ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ മക്കൾ കുറച്ചൊക്കെ ഒന്ന് വെറുതെ ഇരിക്കുന്നുണ്ട് കേട്ടോ. മറ്റേത് ടി വിൻ്റെ മുമ്പിൽ തന്നെ ആയിരിക്കും, വെറുതെ ഇങ്ങനെ നോക്കിയിരിക്കും. അപ്പോൾ ഇപ്പം എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പം റൂഹി ഫോൺ പിടിച്ചിരിക്കുകയാണ്. എന്നാലും കുറച്ച് സമയം മാത്രമേ നമ്മൾ കൊടുക്കാറുള്ളൂ. അധിക സമയമൊന്നും കൊടുക്കാറില്ല. ഒരു 10 മിനിറ്റൊക്കെ കൊടുക്കും. വല്ലാണ്ട് ഇങ്ങനെ കരയുമ്പോൾ. അല്ലാത്ത സമയത്ത് ഫുള്ള് കളിക്കലാണ്, ടോയ്സ് ഇട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും എഴുതലോ വായിക്കലോ ഒക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി ടി വി ആണ് പ്രശ്നം എന്ന്. അല്ലെങ്കിൽ ടി വിൻ്റെ മുമ്പിൽ തന്നെ ആയിരിക്കും. റോസും റൂഹിയും കൊണ്ട് ഭയങ്കര വഴക്കായിരിക്കും. റോസ് കണ്ടോ പുറത്ത് ഇങ്ങനെ നോക്കി നിൽക്കുന്നത്. അപ്പോൾ കുറച്ചൊക്കെ ഒരു പ്രകൃതി ആസ്വദിക്കുന്നുണ്ട് ഇപ്പോൾ ടി വി ഇല്ലാഞ്ഞപ്പോൾ കേട്ടോ. അങ്ങനെ നമ്മുടെ രാത്രിത്തെ വിശേഷങ്ങൾ ഞാൻ ഇവിടെ വെച്ചിട്ട് അവസാനിക്കുന്നു. ഇനി നെക്സ്റ്റ് ഡേ മോർണിംഗിലെ വിശേഷങ്ങൾ കാണാം. മോർണിംഗിൻ്റെ ആ ഒരു കാഴ്ചയും കൂടി കാണിച്ചു തരാം. അപ്പോൾ രാവിലെ എണീറ്റ് പുറത്തേക്കുള്ള നമ്മുടെ എന്താ പറയുക കൊലായി ഒന്ന് കാണിച്ചു തരാം. പിന്നെന്താ പറയുക, ഡോറൊന്നും തുറന്നിട്ട് കാണിക്കാൻ എനിക്ക് സമയമില്ല. കാരണം കിച്ചണിൽ അത്യാവശ്യം പണികളുണ്ട്. അപ്പോൾ കിച്ചണിൽ ഇനിയിപ്പോൾ പാത്രങ്ങളൊക്കെ ഒന്ന് ഒതുക്കി വെക്കണം ആദ്യം തന്നെ. അതിന് ശേഷമാണ് അടുപ്പ് കത്തിക്കുന്നതും കാര്യങ്ങളൊക്കെ. ഇപ്പോൾ ഇന്ന് പുട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് അടുപ്പിച്ചിട്ട് ദോശയാണ്, എന്നും ദോശയാണ്.
അപ്പോൾ ഇന്ന് പുട്ടാക്കാൻ വിചാരിച്ചു. പുട്ട് എല്ലാവർക്കും ഇഷ്ടമുണ്ടായിട്ടൊന്നുമില്ല, എന്നാലും ഒരു രസം. പുട്ടാകുമ്പോൾ വേഗം പണി തീരുമല്ലോ, മറ്റേതാകുമ്പോൾ എത്ര നേരം ഇരുന്ന് ഒഴിക്കണം. അപ്പോൾ ആദ്യം പാത്രങ്ങളൊക്കെ ഒന്ന് എടുത്ത് മാറ്റട്ടെ, ആ കൗണ്ടർ ടോപ്പ് ഒന്ന് ക്ലീൻ ആവട്ടെ കേട്ടോ. രാത്രി ഇങ്ങനെ കഴുകി വെച്ചതൊക്കെ ഒന്ന് ഉണങ്ങിയിട്ട് ശേഷം, ഇപ്പോഴും ഉണങ്ങിയിട്ടില്ല, മേലക്ക് വെച്ചിട്ടാന്ന് തോന്നുന്നു, വെള്ളം അതിൽ തന്നെ കെട്ടി കിടക്കുന്നുണ്ട്. എന്നാലും ആ ഒരു ട്രേയിൽ ഇങ്ങനെ വെള്ളം നിറഞ്ഞിരിക്കണ്ടല്ലോ വിചാരിച്ചിട്ടാണ് ഇങ്ങനെ വെക്കുന്നത് കേട്ടോ. പിന്നെ നമ്മൾ വേറെ ആരും കാണാനില്ലല്ലോ, രാവിലെ ഒന്നും നമുക്കിങ്ങനെ വെക്കാൻ പറ്റില്ല. അപ്പോൾ ഇതാ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് ക്ലീൻ ആയിട്ടുണ്ട്. ഇപ്പം തന്നെ നമുക്ക് ഒരു കുക്ക് ചെയ്യാനുള്ളൊരു ഇൻട്രസ്റ്റ് ഇല്ലേ, രാത്രി നമ്മൾ ക്ലീനാക്കി വെച്ചതുകൊണ്ട്. അപ്പം അവിടെ പുട്ട് റെഡിയാക്കുന്ന സമയം കൊണ്ട് വേറൊരു പണിയും കൂടിയുണ്ട് ഇന്ന് ഇക്ക കുറച്ച് വിത്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, കുറച്ച് ദിവസമായി കൊണ്ടുവന്നിട്ട്. അപ്പോൾ ആ വിത്തൊന്ന് പാകണം. മത്തൻ്റെ വിത്താണ് പാകാൻ പോകുന്നത് കേട്ടോ. ഇനി വേറൊരു ദിവസം പറഞ്ഞുതരാം. എനിക്ക് എല്ലാ ആണുങ്ങളും ഇങ്ങനെയാണെന്ന് അറിയില്ല. ഇപ്പോൾ ദാ ഇനിയിപ്പം ഈ ഒരു വിത്ത് പാകണമെങ്കിൽ ഞാൻ ചെയ്യുന്ന പണികൾ എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ. ഇത് പാകുന്നത് ഇക്കയാണ്, കൊണ്ടുവന്നതും ഇക്കയായിരിക്കും കേട്ടോ. അപ്പോൾ എൻ്റെ റോള് ഞാൻ കാണിച്ചു തരാം. ഇനിയിപ്പോൾ ഇക്കാൻ്റെ പുറകെ എന്നെയും കൂടി വിളിക്കുന്നുണ്ട്, ഇതെടുക്കുന്നു പറഞ്ഞിട്ട്. ഇക്കാൻ്റെ പുറകെ ഇങ്ങനെ നടക്കണം, അതെവിടെ ഇതെവിടെ. അപ്പോൾ ഓരോ സാധനങ്ങൾ ഞാനിങ്ങനെ എടുത്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ചെരുപ്പില്ല. അപ്പോൾ ചെരുപ്പ് എന്നോട് ഫ്രണ്ടിൽ പോയിട്ട്, നമ്മൾ ചെരുപ്പ് ഇവിടുന്ന് ഫ്രണ്ടിൽ പോകുമ്പോൾ അവിടെ അഴിച്ച് വെച്ചിട്ട് കയറുമല്ലോ, അപ്പോൾ ഇനി ഫ്രണ്ടിൽ പോയിട്ട് ആ ചെരുപ്പ് ഞാൻ എടുത്തുകൊണ്ട് കൊടുക്കണം. അപ്പോൾ അത് എടുത്തുകൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോയതാട്ടോ ഞാൻ. അപ്പോൾ പോകുന്ന വഴി, അതായത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ചെരുപ്പ് വേണമല്ലോ, അപ്പോൾ ഒരു ചെരുപ്പുള്ളൂ. അപ്പോൾ ഒരു ചെരുപ്പ് കൊണ്ട് ഇപ്പോൾ പറ്റില്ലല്ലോ, രണ്ടുപേർക്കും ഇടണ്ടേ. അപ്പോൾ എന്നോട് അത് എടുത്തുകൊണ്ടുവരാൻ പറഞ്ഞ്, അത് ഫസ്റ്റത്തെ കാര്യം. അപ്പോൾ ഇതൊക്കെ നമ്മൾ പണിയിൽ കൂട്ടുമല്ലോ. അപ്പം അവസാനം ഇത് പാകിയത് ആരാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇക്ക, അത്രയാണ്. അപ്പോൾ ഇതാ ഇനിയിപ്പോൾ കൊലായത്തെ പണി ഞാൻ കാണിച്ചു തരാം. ഇത് ഞാൻ കാണിക്കണം എന്ന് വിചാരിച്ചതല്ല, പക്ഷെ കണ്ടപ്പോൾ പറഞ്ഞതാണ്. അതായത് ഇപ്പം ഇവിടെ കണ്ടോ, രാത്രി നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ മണ്ണുണ്ടല്ലോ ഇവിടെ, ഈ എന്താ പറയുക, ചെടി വെക്കുന്ന അവിടെ മണ്ണുണ്ടല്ലോ, ആ മണ്ണിൽ മഴവെള്ളം തട്ടിയിട്ട് ഇതിൽ മുഴുവനും പൊടിയാണ് ആ ടൈലിൽ. അപ്പോൾ ഈ മാറ്റ് ഫിനിഷ് ടൈലെടുക്കുമ്പോൾ ഇതാണ് ഇതിൻ്റെ പ്രശ്നം. അപ്പോൾ അതിനി രാവിലെ നമ്മൾ ആ ടൈല് മൊത്തം തുടയ്ക്കണം, വെള്ളം ഒഴിച്ചാൽ പോകില്ല കേട്ടോ, തുടയ്ക്കണം. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം അത് തുടക്കാൻ പോവാൻ. അങ്ങനെ ചെരുപ്പ് കൊണ്ടുവന്ന് കൊടുത്തു. ഇനി അടുത്തത് വെണ്ണീരെടുത്തിട്ട് കൂടെ നടക്കണം വയ്ക്കാൻ്റെ. ഇത് ഞാൻ കാണിക്കുന്ന വേറെ ഒന്നുമല്ല, കുറച്ച് കഴിഞ്ഞതൊന്നും ഓർമ്മ ഉണ്ടാവില്ല. ഇതിൽ നിങ്ങാനും മത്തനും ഏലൊക്കെ ഉണ്ടായാൽ ഇക്ക ഉണ്ടാക്കിയെന്നേ പറയുള്ളൂ. അങ്ങനെ ഇത് കുഴിക്കുന്ന വെക്കാണ് കേട്ടോ. ഞാൻ എന്നോട് പറഞ്ഞതാണ്, ഇനിയിപ്പോൾ ഞാൻ ക്രെഡിറ്റ് നീ എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഇക്ക തന്നെയാണ് കുഴിക്കുന്നത്. അതൊക്കെ ഉണ്ടാവോ? ശരിക്കും ഇതിലോട്ട് ചാണകപ്പൊടി അങ്ങനെ എല്ലാതും ഇട്ടെടുത്തൊന്ന് മിക്സ് ചെയ്തിട്ട് വേണം ചെയ്യാൻ. നമ്മളുള്ളത് വെച്ചിട്ട് ചെയ്യാം. പിന്നെ അതിന് ശേഷം ബാക്കി വരുന്നിടത്ത് വെച്ച് കാണാം. അപ്പോൾ വെണ്ണീരും മണ്ണും കൂടി മിക്സ് ചെയ്തിട്ട് അങ്ങനെയാണ് ചെയ്യണത് കേട്ടോ. അപ്പോൾ ഇനി ഇത് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ക്രെഡിറ്റും കൂടി എനിക്കുണ്ടായിക്കോട്ടെ, വീഡിയോയിൽ തെളിവുണ്ടല്ലോ. പിന്നെ ഇപ്പം വിത്തൊക്കെ കണ്ടോ, വിത്തിൻ്റെ ഒക്കെ കളർ കണ്ടോ, വയലറ്റ് കളർ വിത്താണ് മത്തൻ്റെ വിത്ത്. അത് എന്തിനാ അങ്ങനെ ചെയ്തെന്നുള്ളത് എനിക്കറിയില്ല, എന്തോ കളറിൽ മുക്കിയതാണോ അറിയില്ല, അതിനെന്തെങ്കിലും പ്രത്യേക ബെനിഫിറ്റ് ഉണ്ടോ എന്നുള്ളതും അറിയില്ല. അപ്പോൾ ഇതാണ് വിത്ത്. ഓക്കെ, അപ്പോൾ അത് ഇക്കന്നെ ചെയ്തോട്ടെ. അപ്പോൾ ബാക്കി പണികളൊക്കെ കണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വ്ളോഗിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പം അടുത്ത അടിപൊളി വ്ളോഗുമായിട്ട് വരുന്നവരേക്കും ബൈ, താങ്ക് യു.